ഞാൻ പറഞ്ഞു വന്നത് അസന്താക്ക ഇന്നലെ എന്നോട് അടുത്തൊരു ഡയലോഗുണ്ട്, 3 കുട്ടികൾ ഓടിയാൽ 1 കുട്ടി പാസ്സാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് 3 കുട്ടികൾ ഓടുമ്പോൾ 3 കുട്ടികളും തുല്യമായി ഓടുവാനുള്ള, തുല്യമായി എത്തുവാനുള്ള ഒരു സംവിധാനം നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുക്കണമെങ്കിൽ രാഷ്ട്രീയത്തിനതീതമായി സാംസ്കാരിക സംഘടനകളെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുള്ള ഒരു മുന്നേറ്റം ഈ മേഖലയിൽ അനിവാര്യമാണ് എന്ന് കണ്ടതുകൊണ്ടാണ് വാളക്കുട തന്നെ ഈ അവാർഡ് ദാനത്തിന് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പാർട്ടിയെക്കുറിച്ചും അതിൻ്റെ ഇന്നലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പ്രതിപാദിക്കും. ഞാൻ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. പാർട്ടിയുടെ വിഷയങ്ങൾ പറയാനല്ല കാര്യമായിട്ടും നമ്മളിവിടെ കൂടിയിട്ടുണ്ട്. നമുക്കറിയാം, +2-ന് ഈ നമ്മുടെ ജില്ലയിൽ തന്നെ 20,000-ഓളം കുട്ടികൾക്ക് സീറ്റ് കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ പോളിടെക്നിക്കും അതുപോലുള്ള തൊഴിലനുഷ്ഠിത കോഴ്സുകളിലേക്കൊക്കെ നമുക്ക് കുട്ടികളെ സജ്ജരാക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്കറിയാം, ഈ മാർഗദീപത്തിൽ ട്യൂഷന് വരാത്ത 2-3 കുട്ടികളെ വീട്ടിൽ ഞങ്ങൾ പോയപ്പോൾ അവർ ഈ തവണ +2-ന് അപേക്ഷിച്ചിട്ടില്ല, +1-ന് അപേക്ഷിച്ചിട്ടില്ല. കാരണം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് A+ കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾ അപേക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അപേക്ഷിക്കാതിരിക്കാൻ കാരണം അവരാരും സമീപിക്കുകയോ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം ബൈ ചാൻസിലെങ്കിലും സീറ്റ് കിട്ടിയാലോ. അപ്പോൾ ആ കുട്ടി ഇപ്പം മറ്റൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറ്റ പാവപ്പെട്ട കുട്ടിയാണ്. നമ്മൾ തൊട്ട ഈ വാളക്കൊടിയിലുള്ള കുട്ടി തന്നെയാണ്. 2 കുട്ടികൾ അവർ ട്യൂഷന് വിട്ടിട്ടില്ല. ട്യൂഷന് ഇവിടെ പൈസ ഒന്നും ഇല്ലാതെയാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് പോലും ട്യൂഷന് വന്നില്ല, പഠിക്കാനുള്ള സംവിധാനമില്ല. കുട്ടിക്ക് A+ ഇല്ല എന്നുള്ള മാർക്ക് നല്ലതുകൊണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാൻ പറ്റിയതാണ്. +2-ന് ഈ മേഖലയിൽ നമുക്കറിയാം, വാളക്കുടയിൽ നിന്ന് കഴിഞ്ഞ തവണ, അതിന് മുമ്പത്തെ തവണയൊക്കെ വാളക്കുടയിൽ 8ഉം 6ഉം 5ഉം 7ഉം ഒക്കെ A+കാർ മുഴുവൻ ഉണ്ടായിട്ടും +2-ന് വന്നപ്പം ഒരു കുട്ടിയാണ് ഈ തവണ +2-ന് ഫുൾ A+ ഉള്ളത് വാളക്കുടയിൽ നിന്ന്. തോട്ടശ്ശേരിയിൽ നിന്ന് 3 ആളും ഊർക്കമ്പറമ്പിൽ നിന്ന് 1 ആളും 5 കുട്ടികളാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഫുൾ A+ ഉള്ള +2 പാസ്സായിട്ടുള്ള കുട്ടികൾ. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളാരും മോശക്കാരൊന്നുമല്ല. നമുക്കറിയാം, പല ഉന്നതനായ നേതാക്കന്മാരും അല്ലെങ്കിൽ എഡിസൺ ബൾബ് കണ്ടെത്തിയ ആൾ പോലും അദ്ദേഹം സ്കൂളിൽ പഠിക്കാതെ അദ്ദേഹത്തെ പുറത്താക്കിയതാണ്. അമ്മക്കൊരു കത്ത് കൊടുത്തിരിക്കുകയാണ്, ഈ കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റൂല, നിങ്ങൾ സ്വന്തമായിട്ട് പഠിപ്പിച്ചോളാം. അത് വലിയ ശാസ്ത്രജ്ഞനായി മാറി നമ്മൾ ബൾബ് കണ്ടെത്തിയ ആളെ നമുക്കറിയാം. അപ്പം നമ്മുടെ ഇടയിൽ മോശക്കാരി എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല. ഞാനിപ്പോൾ ഇന്ന് സ്കൂളിലെ പ്രവേശനോത്സവമായിരുന്നു. ഞാൻ പെങ്ങാട്ടിൻ്റെ സ്കൂളിൽ PTA ഉണ്ടായപ്പോൾ ഞാൻ അവിടെ പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടികൾ +2-ന് പോയി സയൻസും എഞ്ചിനീയറിംഗും മാത്രമല്ല, അതല്ലാതെ ഒട്ടനവധി മേഖലയിലേക്ക് നമുക്ക് ഉയർന്നു വരേണ്ടത്. നമുക്കറിയാം, പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘടന അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. IAS-നും IPS-നും കുട്ടികളെ സജ്ജരാക്കുന്നത് പൂർണ്ണമായും സൗജന്യമായി അവിടെ നിന്ന് പഠിപ്പിക്കുന്ന സംവിധാനമാണ്. അവർക്ക് ടെസ്റ്റ് നടത്തും, ആ ടെസ്റ്റിൽ പാസ്സാകുന്ന കുട്ടികളാണ് എടുക്കുക. അതിന് ഡിഗ്രി പാസ്സാവണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, +1 +2 പാസ്സായി വെറുതെ ഇരിക്കാതെ ഡിഗ്രിക്കെങ്കിലും പോയി ആ ഡിഗ്രി പൂർത്തിയാക്കിയിട്ട്, ഇപ്പോൾ ഡിഗ്രിക്ക് 1 കൊല്ലം കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോവുകയാണ്, 2 കൊല്ലം കഴിഞ്ഞാലും പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോകുന്ന മുമ്പത്തെ പോലെ 3 വർഷമല്ല 4 വർഷമാണ്. അപ്പം മുഴുവൻ കുട്ടികളും മറ്റ് മേഖലയിലേക്ക് പോകുന്നതിന് പകരം +2-ന് തന്നെ പഠിച്ച് ഡിഗ്രി തലത്തിലേക്ക് ഉയർന്നു വരാനുള്ള സംവിധാനം ഉണ്ടാവണം. മഴ വരുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഈ പരിപാടി ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് വെൽഫെയർ പാർട്ടിയുടെ വേങ്ങര മണ്ഡലം പ്രസിഡന്റും നമ്മുടെ പ്രദേശത്തുകാരനുമായ KM അമീദ് മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു.